ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറിയാണ് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങാൻ വയ്ക്കാം. ഇന്നും പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് മുട്ട പുഴുങ്ങാനായിട്ട് എത്ര ടൈം എടുക്കും എന്നുള്ളത്. ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് മുട്ടയും ഉപ്പും ചേർത്ത് തിളപ്പിക്കാൻ വയ്ക്കുക. വെള്ളം തിളയ്ക്കുമ്പോൾ തീ കുറച്ച് വെച്ച് 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. വെറും 10 മിനിറ്റ് മാത്രം മതി മുട്ട പുഴുങ്ങാനായിട്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 4 ഏലക്കായും 1 ഇഞ്ച് കഷ്ണം നീളത്തിലുള്ള കറുവാപ്പട്ടയും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചെടുത്തതും ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടി ചേർക്കുക. നീളത്തിൽ കീറിയ 2 പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് പാകമായി കിട്ടും. ഇതാ ഇപ്പോൾ കണ്ടോ, ഒരു കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. ഞാനിവിടെ പിരിയൻ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പച്ചമുളക് ഉള്ളതുകൊണ്ട് മുളക് പൊടി ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ മൂപ്പിക്കണം. സവാള ആദ്യം വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. ബാക്കി പോരാത്ത ഉപ്പും കൂടി വീണ്ടും ഒന്ന് ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്ത് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് വീണ്ടും നന്നായി ഇളക്കുക. അല്പനേരം ഒന്ന് മൂടി വയ്ക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ചെറിയ തീയിൽ ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇതിൽ തക്കാളി ഒന്ന് വേകുന്നിടം വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മാഗിയുടെ 25 ഗ്രാമിൻ്റെ ഒരു കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെ പാക്കറ്റാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കിയാലും മതി. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടകൾ ഓരോന്നായിട്ട് ചേർക്കാം. മുട്ട ചേർക്കുമ്പോൾ ഒരു കത്തി കൊണ്ട് ഒരു 4-5 തവണ അതിൻ്റെ ചുറ്റിലും ഒന്ന് വരഞ്ഞു കൊടുത്താൽ ആ ഗ്രേവിയുടെ ഫ്ലേവറൊക്കെ മുട്ടയിലോട്ട് വരുന്നതായിരിക്കും. മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഒരു മൂടി എടുത്ത് അതൊന്ന് കവർ ചെയ്യുക. ഒരു 3 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കണം. മൂടി തുറന്നതിന് ശേഷം ഇതിലേക്ക് തേങ്ങയുടെ കട്ടിപ്പാൽ, അതായത് 1ാം പാൽ ഒരു 1/2 കപ്പ് ചേർക്കുക. കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 25 ഗ്രാമിൻ്റെ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്ത് ഒരു 1/2 കപ്പ് വെള്ളത്തിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഒഴിക്കാവുന്നതാണ്. അല്പം മല്ലിയിലയും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. വെള്ളയപ്പവും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മുട്ടക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.